വെഞ്ഞാറമൂട് സ്വദേശിയായ 23 വയസ്സുള്ള അഫാൻ എന്ന യുവാവ് സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയിട്ട് ഈ 24-ാം തീയതി ഒരു വർഷം തികയുകയാണ്. ഇതിനിടെ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ ഈ വിഷയം ഒരു സിനിമയാകാൻ പോവുകയാണ്. ഇതിനെതിരെ റഹീം, അതായത് അഫാന്റെ പിതാവ് തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്ത്. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അത്ര പെട്ടെന്നൊന്നും ആരും മറന്നു കാണാൻ വേണ്ടി സാധ്യതയില്ല. അതിലെ കൊലപാതകിയായ നമ്മുടെ അഫാൻ എന്ന് പറയുന്ന ആ മനുഷ്യ ഭീകരന്റെ രൂപം തീർച്ചയായിട്ടും എല്ലാ മലയാളികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത്രക്കും വൃത്തികെട്ട ഒരു മനുഷ്യനാണ് അവൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൂടപ്പിറപ്പുകളെ അടക്കം 5 ജീവനുകളാണ് അവൻ അന്ന് എടുത്തത് എന്നുള്ളതാണ്. സ്വന്തം അനിയനെയും അതുപോലെ തന്നെ കാമുകിയെയും അതുപോലെ തന്നെ ബാപ്പയുടെ അനിയനെയും അനിയൻ്റെ ഭാര്യയെയും അടക്കം 5 പേരെയാണ് അവൻ നിർദാക്ഷിണ്യം കൊന്നു തള്ളിയത്. ആ മനുഷ്യനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ പുതിയൊരു വാർത്ത ഇപ്പോൾ വരികയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ജീവിതം ഒരു സിനിമയാക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. സിനിമയുടെ പേര് കാലം പറഞ്ഞ കഥ എന്നുള്ളതാണ്. അതിൽ അരിശം പൂണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവായ അബ്ദുറഹീം എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കാരണം ആ സിനിമ പുറത്തിറക്കാൻ വേണ്ടി പാടില്ല, സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്ന ന്യായം തീർച്ചയായിട്ടും മലയാളികളെ ഏറെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു സമയത്ത് നമ്മളെല്ലാവരും അബ്ദുറഹീം എന്ന് പറയുന്ന ആ ബാപ്പയെ വിദേശത്ത് നിന്ന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് ആ മനുഷ്യനെ കാണണ്ട എന്നും അതുപോലെ തന്നെ അത്തരം ഒരു മുഖം എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരരുത് എന്നും അത്രയ്ക്ക് ഞാൻ അദ്ദേഹത്തെ വെറുക്കുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അബ്ദുറഹീം. അപ്പോൾ അവനെ കാണാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ എന്നെ കാണണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ട ഒരുപാടുണ്ട്. അവനെ പോലെ ഒരു മോനെ എനിക്ക് എൻ്റെ ചെറുവന് ഭയങ്കര സ്നേഹമുള്ള മകനായിരുന്നു. നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ, എൻ്റെ എൻ്റെ ജ്യേഷ്ഠത്തി നഷ്ടങ്ങൾ ഒരുപാട് അവൻ നിമിത്തം എനിക്കുണ്ടായി. അങ്ങനെ അവനെ കാണണമെന്നോ മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെയും മലയാളികൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ആ സിനിമ പുറത്തിറങ്ങിയാൽ തൻ്റെ മകൻ്റെ ഭാവി എന്താകുമെന്ന് പറഞ്ഞുള്ള ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ചോദ്യവുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അബ്ദുറഹീം പറഞ്ഞത്? നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. അത് എന്താണ്, ഇതിന്റെ തിരക്കഥ എന്താണെന്നോ ഇതിന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണെന്നോ നമ്മുടെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ രീതിക്ക് മുന്നോട്ട് പോകാനോ റിലീസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി വക്കീലിനെ കണ്ട് ഹൈക്കോടതി പോയി സ്റ്റേ ഓർഡർ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. കൊടുത്തിട്ടുണ്ട്, ഓർഡർ വാങ്ങില്ല, കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അറിയാൻ പാടില്ല എന്താണ് ഞങ്ങൾക്ക് ഉള്ളതെന്നുള്ളത്. ഇത് ഏത് തരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കഥ ഇതാണെന്നുള്ളത് അറിയാം, പക്ഷെ അത് തിരക്കഥ ഏത് രൂപത്തിൽ പോകും, അത് അവനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളെ എങ്ങനെ ബാധിക്കും, ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അവനെ കണ്ടിരുന്നു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ സമയത്ത് ഡോക്ടറിനെ വിളിച്ചിരുന്നു, വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആരെയും കൂടെ പോയി കണ്ടിരുന്നു. പിന്നെ ജയിലിൽ പോയി കണ്ടിരുന്നു, അത് പെട്ടെന്ന് കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ട്, ജയിലിൽ പോയി കണ്ടിട്ടുണ്ട്. അന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ട് ഞാൻ പോയി കണ്ടു. സംസാരിച്ചു, പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. അത് ആ കാര്യങ്ങളും എന്നോട് ചോദിക്കരുത്, ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മെന്റലി മാനസികമായ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതെ, ഡോക്ടർ ജയപ്രകാശ് ഡോക്ടർ പറഞ്ഞവനെ കണ്ണുകൾ രക്ഷകർത്താക്കൾ വന്നവനെ കണ്ടാൽ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വന്നവനെ കാണണമെന്ന് പറഞ്ഞു. എപ്പോഴും വിളിക്കുന്നു, അപ്പോൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടെന്നു. ഇപ്പോഴും അവന് മാനസികമായി പോയി തകർന്നിരിക്കുകയാണ് ഈ സംഭവത്തിന് ശേഷം, ഈ ആത്മഹത്യക്ക് ശേഷമൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാപ്പയുടെ സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ വാപ്പയുടെ തന്നെ മകനാണ് മരിച്ചു പോയത് എന്ന് ഈ ഉപ്പ ഒരിക്കലെങ്കിലും ചിന്തിക്കണമായിരുന്നു. ആ മകനെ നിർദാക്ഷിണ്യമാണ് അവൻ കൊന്നു തള്ളിയത് എന്നുള്ളതാണ്. അത്രയ്ക്കും കണ്ണുവരെ പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു ആ മയ്യത്ത് കിടന്നിരുന്നത്. അതൊന്നും ഒരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയായ ഈ അബ്ദുറഹീമിൻ്റെ ഭാര്യയെയും അവൻ അവസാനം കൊല്ലാൻ നോക്കിയതെങ്കിലും ആ അബ്ദുറഹീം തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു കാരണവശാലും ഒരു ഉമ്മയും ഒരു വാപ്പയും പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിത്തരം കാണിച്ചവനാണ് അഫാൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവനെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലും പോലെ തല്ലിക്കൊല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയും
ആ മകൻ്റെ ഭാവി ആലോചിച്ചിട്ട് ഈ ഉപ്പയ്ക്ക് വേവലാതി എന്ന് പറയുമ്പോൾ ഈ ഉപ്പ മനസ്സിലാക്കണമായിരുന്നു, ഈ ലോകത്ത് ജീവിക്കാൻ അർഹതപ്പെട്ട തീർച്ചയായിട്ടും അവൻ്റെ അനിയനടക്കമുള്ള, ഉപ്പയുടെ അനുജനടക്കമുള്ള, അവരുടെ ഭാര്യ അടക്കമുള്ള, അല്ലെങ്കിൽ അവൻ്റെ പെൺസുഹൃത്ത് അടക്കമുള്ള ഫർസാന എന്ന് പറയുന്ന കുട്ടിക്ക് പോലും ജീവിക്കാനുള്ള ഒരു അവകാശം നിഷേധിച്ച ആ അഫാനെ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നിയമത്തിൽ നിന്ന് അവൻ ഊരിപ്പോരുകയില്ല എന്ന് 100% ഉറപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അവനുമായി ബന്ധപ്പെട്ട സിനിമ ലോകം കാണണം. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു സിനിമ വരുന്നുണ്ടെങ്കിൽ അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും വേണം. അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മുഖവിലേക്ക് എടുക്കാം. അദ്ദേഹം പറയുന്നുണ്ട്, ചിലപ്പോൾ ആ വിധിയെ, കോടതി വിധി ഇതുവരെ പുറത്തു വരാത്തത് ചിലപ്പോൾ അതിനെ ബാധിക്കാം. ഞങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചിലപ്പോൾ പുറത്തു വന്നാൽ ഞങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കാമെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ കൊലപാതകം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തെ ഒന്നും ബാധിച്ചിട്ടില്ലേ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട, അത്രയ്ക്കും ക്രൂരമായൊരു കൊലപാതകമാണ് നിങ്ങളുടെ മകനായ അഫാൻ ചെയ്തത്. അവനോട് നിങ്ങൾക്ക് ചിലപ്പോൾ പൊറുക്കാൻ വേണ്ടി സാധിക്കും, കാരണം നിങ്ങൾ ഉമ്മയാണ്, നിങ്ങളല്ലെങ്കിൽ ഉപ്പയാണ് എന്ന സ്ഥിതിക്ക്. കാരണം കേരളത്തിലെന്ന് മാത്രമല്ല, ഈ ലോകത്തുള്ള മനുഷ്യത്വം പറ്റാത്ത ഒരു മനുഷ്യനും പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ആ വൃത്തികെട്ടവൻ ചെയ്തത്. തീർച്ചയായിട്ടും അവൻ്റെ മുഖം ലോകം കാണുകയും അത് സിനിമയിലൂടെയാണെങ്കിലും വേണ്ടിയില്ല, തീർച്ചയായിട്ടും മലയാളികളല്ല ലോകത്തുള്ള എല്ലാവരും അറിയുകയും വേണം. കാരണം അവനെ നാളെ റോഡുമിൽ കണ്ടാൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ തിരിച്ചറിയണം. കാരണം കരുണ പറ്റാത്ത ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവനത് പ്രതികരിക്കുക തന്നെ വേണം. അവസാന ശ്വാസം വരെ അവനെ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ആ കണ്ണുകൊടുകൂടി തന്നെ ജനങ്ങൾ കാണുകയും വേണം. അതിന് ഒരു സിനിമ ഉപകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വരികയും ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കണം. ഏതായാലും ഈ വാപ്പയുടെ ഈ ഭീഷണിയും അതുപോലെ തന്നെ സ്റ്റേ കിട്ടാനുള്ള ഓർഡർ ഒന്നും ഹൈക്കോടതി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം. അഫാന്റെ പിതാവാണ് ഇത്തരത്തിൽ ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് തടയണമെന്ന ആവശ്യം അതോടൊപ്പം പ്രധാനപ്പെട്ട പ്രയറുകളായി മുന്നോട്ട് വെച്ചത്. ഇതിന്റെ വിചാരണ നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങിയാൽ അത് തെറ്റായ ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും മാധ്യമ വിചാരണയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തങ്ങളുടെ കുടുംബത്തെ അത് കാര്യമായി ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. പക്ഷേ നിലവിൽ സിനിമയുടെ റിലീസ് തടയുന്ന നടപടിയിലേക്ക് ഹൈക്കോടതി പോയിട്ടില്ല. സിനിമയെ കലയായി കണ്ടാൽ മതി എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം ഈ കേസിന്റെ അന്വേഷണത്തെയും വിചാരണത്തെയും ബാധിക്കില്ല എന്നുള്ളതാണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും സിനിമയെ ഒരു കലയായി കണ്ട് തള്ളിക്കളഞ്ഞാൽ മതി എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത്. പിന്നെ ഒരിക്കലും ഇതാ വിധിയെ ഒന്നും സ്വാധീനിക്കാൻ പോകുന്നില്ല എന്നും ഇതൊരു സിനിമ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏതായാലും ഈ അഫാൻ്റെ പിതാവായ അബ്ദുറഹീമിൻ്റെ ഈ പരാതി ഏതായാലും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും തള്ളണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. കാരണം ഇത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട ഓരോ മുഖങ്ങൾ ഇന്ന് കേരളത്തിലെന്നല്ല ലോകത്തെവിടെ ഒളിഞ്ഞു നിന്നാലും തീർച്ചയായിട്ടും മനുഷ്യർക്ക് തീർച്ചയായിട്ടും അത് കാണുകയും ആ കഥ ജനങ്ങൾ അറിയുകയും വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഒരു കല എന്നതിനപ്പുറം അതൊരു മനുഷ്യ ഭീകര ജീവിയാണ് അവൻ. തീർച്ചയായിട്ടും അവന് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ, ഏതെല്ലാം രീതിയിൽ അവനെ ദ്രോഹിക്കാൻ പറ്റുമോ അത്തരത്തിൽപ്പെട്ട എല്ലാ ദ്രോഹങ്ങളും തീർച്ചയായിട്ടും നിയമവും അതുപോലെ തന്നെ മനുഷ്യരും അതുപോലത്തെ ഇവിടെ സംവിധാനങ്ങളും എല്ലാം അവനോട് ചെയ്യണം. എന്നാലും അവൻ ചെയ്ത ഈ തെറ്റിനുള്ള ഒരു ശിക്ഷയുടെ 100-ൽ 1 പോലും ആവുകയില്ല എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി, നമസ്കാരം.